നിങ്ങൾ നിങ്ങളുടെ ഹോറോസ്കോപ്പ് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ജാതകം? ഇത് അത്ര സൂപ്പർസ്റ്റിഷൻ തന്നെ മാറ്റിക്കളയാൻ പറ്റും. വാച്ചിൽ ടൈം നോക്കുന്ന പോലെ ഈ ഹോറോസ്കോപ്പും ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. കലണ്ടറിൽ നമ്മൾ 12 മാസങ്ങളുള്ള പോലെ തന്നെയാണ് ഈ ഹോറോസ്കോപ്പിൽ 12 കള്ളികളുള്ളത്. ഓരോ കള്ളിയിലും ഓരോ രാശികൾ അല്ലെങ്കിൽ ഓരോ കോൺസ്റ്റലേഷൻസ് ആണ് ഉണ്ടാകുന്നത്. അത് മാത്രമല്ല ക്ലൈമറ്റിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ സമയം വെച്ചിട്ട്. ഇന്ന് നമ്മൾ മലയാള മാസത്തിൽ എടവപ്പാതി എന്നൊക്കെ പറയുന്നില്ല, എടവപ്പാതിക്ക് മഴ ഉണ്ടാവും എന്ന് പറയുന്നത് ഈ ഹോറോസ്കോപ്പിക് ആയിട്ടുള്ള ഈ റിപ്പീറ്റേഷൻ കാരണം ക്ലൈമറ്റ് വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇന്ന് അതിന് മാറ്റം ഉണ്ട് കാരണം നമ്മൾ ഹോറോസ്കോപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുകൊണ്ടാണ്. ഹോറോസ്കോപ്പ് അപ്ഡേറ്റ് ചെയ്യണം. ആക്ച്വലി ഫിസിക്സിൽ അല്ലെങ്കിൽ നാച്ചുറലിൽ 4 ഫോഴ്സസ് ഉള്ളത്: വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ന്യൂക്ലിയസിന്റെ അടുത്ത് മാത്രം എഫക്ട് ചെയ്യുന്ന ഫോഴ്സസാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഫോഴ്സുകളാണ്. ആറ്റം ബോംബ് എക്സ്പീരിയൻസ് ചെയ്യാം, പക്ഷെ അത് ഡിഫറെന്റ് സ്റ്റോറി.